അസ്സലാമലൈക്കും. നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് 2 ഡ്രസ്ലെസ് ചെസ്സി കേക്കും അതുപോലെ തന്നെ 4 ജാർ കേക്കിൻ്റെ ഓർഡറുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്ന രീതിക്ക് തന്നെ 250 ml ആ ഒരു കപ്പിൽ 1 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1 കപ്പ് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമും ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സിറപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന രീതിക്ക് തന്നെ അതിൻ്റെ മുകളിൽ നോസിൽ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം കല്യാണ വീട്ടിലത്തേക്ക് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നിട്ടുണ്ടായിരുന്ന ഓർഡറാണിത്. അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഡ്രൈ റോസൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ബദാമിൻ്റെ ആ ഒരു ഇത് മാത്രം മതി. മറ്റേതിട്ടാൽ ചിലപ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ബദാം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അടച്ച് നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സിറപ്പ് സെപ്പറേറ്റും കൂടെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാർ കേക്കാണ് അടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഓരോ സ്പോഞ്ച് ആദ്യം വെച്ചിട്ടുണ്ട്, ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പിൽ ഞാൻ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയറായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ക്രീം കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ലെയറിൽ ഞാൻ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ആ ഒരു സ്പോഞ്ച് കേക്കും കൂടെ ചേർത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഫൈനലി കൊടുക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ക്രീമും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പം അത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ കുറച്ച് വേഫർ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേഫർ റോള്. അപ്പോൾ ഇതുപോലത്തെ വേഫർ റോളും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് വേഫർ റോളും കൂടി ഇട്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.